ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പരുന്തുംപാറയിലാണ്. പരുന്തുംപാറയിലെ ആ കിടിലം വ്യൂ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ പരുന്തുംപാറയൊക്കെ പണ്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഇത് സമയം ഇപ്പോൾ രാവിലെ 7 മണി ആയതേ ഉള്ളൂ. ഈ ഒരു ടൈമിലൊന്ന് വന്ന് നോക്കിയതാണ് കണക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി ക്ലൗഡ്സ് ഒന്നുമില്ല. സാധാരണ ചില സമയങ്ങളിൽ ക്ലൗഡ് ബെഡൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും ഈ രാവിലത്തെ അറ്റ്മോസ്ഫിയർ എന്താണ് എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങളൊന്ന് വന്നത്. അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ വാ. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കൊന്നൊരു 3-4 വർഷമായി. ലാസ്റ്റ് 3-4 വർഷം മുമ്പാണ് വന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ എനിക്കൊന്നൊരു മെയിൻറ്റെയിൻഡൊക്കെ ആയി. വേസ്റ്റ് ഇടാനൊക്കെ സ്പോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ കുറേ കടകൾ കൂടിയിട്ടുണ്ട്. അതേപോലെ രാവിലെയാണ് ഇവിടെ ആൾ തീരെ കുറവ് കേട്ടോ. വൈകിട്ടൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സൊക്കെ വന്നിട്ട് ഇഷ്ടംപോലെ ആൾക്കാരായിരിക്കും. ഞങ്ങളെന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടൊന്ന് ഇറങ്ങി നോക്കാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഇത് മാർച്ച് ടൈമിലാണ് ഞങ്ങൾ വന്നത്. ഉണങ്ങിക്കിടക്കുന്നൊരു സമയമാണ്. അവിടെ ചായക്കടയൊക്കെ തുറന്നല്ലോ. ഒരു കട തുറന്നിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ആൾക്കാർ നടന്നു വരുന്നുണ്ട്. ഇതാണ് പരുന്തുംപാറയുടെ ഈ ഒരു കൈവരിയുള്ള ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ. ഇപ്പോഴേ നല്ല കാറ്റുണ്ട്. വെയിലൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. കാർമേഘമുണ്ട്, അതേ ഉള്ളൊരു പേടി. പേടിയെന്ന് പറഞ്ഞാൽ മഴ വന്നാലേ നമുക്ക് നിൽക്കാനായിട്ട് കുറച്ച് സ്പോട്ടുകളേ ഉള്ളൂ. ഉണ്ടോ അവിടെയൊക്കെ ആയിട്ട് അങ്ങോട്ടൊക്കെ നമ്മൾ ഓടിപ്പോകേണ്ടി വരും. ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. മിക്ക സ്ഥലങ്ങളും ഇരിക്കാനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. അവിടെ കുറച്ച് ഫാമിലീസൊക്കെ നിൽപ്പുണ്ട്. സൈഡിലൊക്കെ ഭയങ്കര ഓപ്പൺ വ്യൂ ആട്ടോ. ഇവിടം വരെ ഉള്ളൂ നമ്മുടെ കൈവരിയും ആ ഒരു സ്റ്റെപ്സൊക്കെ ഉള്ളത് ഈ ഭാഗം വരെ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് പാറ തന്നെയാണ്. അങ്ങോട്ടേക്ക് കെട്ടിയിട്ടില്ല. താല്പര്യമുള്ളവർക്ക് അങ്ങോട്ടും കൂടെ പോകും. നമ്മളെന്തായാലും കുറച്ചും കൂടെ താഴോട്ട് ഇറങ്ങി നോക്കാം. ഇതാ കണ്ടോ, അവിടേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. കണ്ടോ, ഈ ഒരു പാറയ്ക്ക് ടാഗോർ മൗണ്ടൻ അങ്ങനെ ഒരു പേരും കൂടെ ഉണ്ട് കേട്ടോ. അത് ആ ഒരു ഷേപ്പ് കണ്ടോ, മുഖത്തിൻ്റെ ഷേപ്പ് വരുന്നത് കൊണ്ടാണ് ഒരു താടിയുടെയൊക്കെ കണ്ടോ. അവിടെ ആ 2 പേര് അറ്റത്ത് പോയി ഇരിപ്പുണ്ട്. എന്തായാലും താഴോട്ടും കൂടെ ഇറങ്ങി നോക്കാം. ഇത്തിരി കാറ്റുണ്ട്. നമ്മുടെ ഹെലികോപ്റ്റർ പറപ്പിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല, എന്നാലും നോക്കാം. അപ്പോൾ അത്രയും വെളിയിൽ നിന്നാണ് നമ്മൾ വന്നത് കേട്ടോ. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതാ ഇനിയും അങ്ങോട്ട് വേണമെങ്കിൽ നടക്കാം. ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. കൊള്ളാം, നല്ലൊരു ഫീല്. രാവിലെ വരുന്നത് തന്നെയാണ് ബെസ്റ്റ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു മഴ പെയ്താൽ നമുക്ക് നിൽക്കാൻ സ്ഥലമൊന്നുമില്ല. അവിടെയൊക്കെ കാർമേഘം ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും കുറച്ചുകൂടെ നടന്നു പോകാം താഴോട്ടേക്ക്. ഇത് നമ്മൾ ഇത്രയും ഭാഗം നമ്മളിനി കയറി പോകണം. അതായുള്ള ഒരു പക്ഷേ കണ്ട കുറച്ച് കുത്തനെയാണ്. അപ്പോൾ അത് ഇവിടെ ഇറങ്ങുന്നവർ ഓർത്തോളുക. ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ മൂത്തവരെ അവിടെ നിർത്തിയിട്ട് താഴോട്ട് ഇറങ്ങാൻ താല്പര്യമുള്ളവരും പറ്റുന്നവരും മാത്രം ഇറങ്ങുക. ഇതിൻ്റെ ഒരു ഭീകരത നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് കണ്ടോ. നമ്മളിപ്പോൾ ഇത്രയും നടന്ന് ഇവിടെ എത്തി. ഇതാ കണ്ടോ, ആ അറ്റത്താണ് കുറച്ച് പേരൊക്കെ പോയി നിൽക്കുന്നത്. അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റും. താല്പര്യമുള്ളവരൊക്കെ ഇറങ്ങിക്കൊള്ളുക, പക്ഷേ സൂക്ഷിച്ച് വേണം. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൻ്റെ ഈ അറ്റത്തേക്ക് പോകാം. അതിൻ്റെ അറ്റം കണ്ടോ, നമ്മളിപ്പോൾ എന്തോ ഒരു ടിപ്പിലോട്ട് പോകുന്നൊരു ഫീലില്ലേ, അതിൻ്റെ അകത്തോട്ട് താഴോട്ടൊന്നും ഇല്ലാത്തൊരു ഫീല്. കാഴ്ചകളൊക്കെ ഇതാണ്. അടിപൊളി കാഴ്ചകൾ, അടിപൊളി അറ്റ്മോസ്ഫിയർ. എനിക്കൊന്ന് ആ റിസോർട്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ റിസോർട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്കൊന്ന് അവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അവർ എൻട്രൻസ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളവർക്ക് സുഖം. അവിടെ കറക്റ്റ് ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ മതി. ഇതാണ് ആ ഒരു പരുന്തുംപാറ എന്ന് പറയുന്ന. അമ്മേ, കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. പക്ഷേ ഇത് ഒരുപാട് പേര് കയറുന്നൊരു സ്പോട്ടാണ് കേട്ടോ. അതൊരു ആനയുടെ തുമ്പിക്കൈ പോലും ഉണ്ട് അവിടെ. ഡിയർ ഫ്രണ്ട്സ്, പരുന്തുംപാറയുടെ
രാവിലെയുള്ള ഈ പ്രഭാത കാഴ്ചകൾ എന്ന് പറയുന്ന ഈ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോ ആയിരുന്നത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ യാത്രാവിശേഷങ്ങളൊക്കെ ഇനിയും വരുന്നുണ്ട്. മറക്കാതെ വീഡിയോസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.